Good afternoon. Good afternoon. Guys, എല്ലാവരും Yes. ഉറക്കം വരുന്നുണ്ടോ? Yes, ma'am. ക്ലാസ് കേൾക്കുമ്പോ ആരെങ്കിലൊക്കെ ഉറങ്ങോ? ഉച്ചയ്ക്ക് ക്ലാസ് ആയതുകൊണ്ട് ഇല്ല. എങ്ങനെയുണ്ട് എച്ചാർന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ? സയൻസ് എടുത്ത ആരെങ്കിലൊക്കെ ഉണ്ടോ? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുഴപ്പമില്ല പഠിക്കാനായിട്ട്. സയൻസ് ആണ് അല്ലേ? കൊമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു റിക്രൂട്ട്മെന്റിന്റെ. അതുപോലെ തന്നെ 3 ഡെഫിനിഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്. 6 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, ഇത്രയും വരെയല്ലേ പഠിച്ചത്? നമ്മള് ഓർമ്മയുണ്ടോ പോയിന്റ്സ്? നേച്ചർ എന്തൊക്കെയായിരുന്നു നേച്ചറിൽ വരുന്നത്? അറിയാൻ പറ്റോ ആർക്കെങ്കിലും? നേച്ചർ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. പോസിറ്റീവ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ ഫങ്ഷനാ? കണ്ടിന്യൂസ് പ്രോസസ്, Two-way process. ടു-വേ പ്രോസസ് പറഞ്ഞു. പിന്നെന്താണ്? Linking ലിങ്കിങ് ആക്ടിവിറ്റി, complex jobs. കോംപ്ലക്സ് ജോബ്സ്. അതുപോലെ തന്നെ പെർവാസീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നേച്ചറിൽ വരുന്നത് കേട്ടോ. മിസ്സേ, അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പെട്ടെന്ന് എന്താണ്? അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ഒന്നുകൂടി പറയണോ? ഓക്കെ, 1 മിനിറ്റ്. 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. 1 മിനിറ്റ്. ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, അപ്പൊ നേച്ചറിലെ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? എന്താണ് ഫസ്റ്റ് പോയിന്റ്? പോസിറ്റീവ് ഫങ്ഷൻ അല്ലെ? റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫങ്ഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫങ്ഷൻ ആണെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഒരു ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ എംപ്ലോയീസ് ആണ് അല്ലെ? ഇപ്പൊ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിന് എന്തിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്? റിക്രൂട്ട്മെന്റിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പോസിറ്റീവ് ഫങ്ഷൻ ആണെന്ന്. മനസ്സിലായോ? അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇപ്പൊ ഒരാളെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസിനെ നമ്മൾ തിരഞ്ഞെടുത്തു ആ ഓർഗനൈസേഷനിലോട്ട്.
ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ആളുകൾ ഇപ്പോ എന്താണ് ഹയർ സ്റ്റഡീസിന് പോവാം, മറ്റേതെങ്കിലും ആയിട്ട് എന്താണ് ഇവിടെ നമ്മുടെ ഓർഗനൈസേഷനിൽ പോവാം അല്ലെ. ചിലപ്പോൾ മാരേജ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് അവിടെ കുറെ വേക്കൻസികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്താണ് നമ്മള് തെരഞ്ഞെടുക്കുന്നത് ഓഫീസിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഒരു ടാസ്ക് കൊണ്ട് അത് കംപ്ലീറ്റ് ആവോ? ഇല്ല, അത് തുടർന്നുകൊണ്ടിരിക്കും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, വാക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ് പെർവാസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. പെർവാസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഓർഗനൈസേഷനിലും ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ അളവ്, സൈസ് അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ എന്താണ് നേച്ചർ, അതുപോലെ തന്നെ പല ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ചെറിയ രീതിയിൽ ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ് വലിയ രീതിയിൽ ആളുകളെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് പെർവാസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ടു വേ പ്രോസസ്, രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. അവിടെ റിക്രൂട്ടറും ഉണ്ട്, റിക്രൂട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ടു വേ പ്രോസസ് ആണെന്ന് പറയുന്നത്. റിക്രൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന ആളിനെയാണ് റിക്രൂട്ടർ എന്ന് പറയുന്നത്. ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്ന ആളിനെയാണ് നമ്മൾ റിക്രൂട്ടർ എന്ന് പറയുന്നത്. റിക്രൂട്ടി, നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ഡബിൾ ഇ ചേർത്ത് കൊടുക്കാം. രണ്ട് റിക്രൂട്ടർ എന്നാണ് കിടക്കുന്നത്, റിക്രൂട്ടി എന്നാണ്. റിക്രൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് പ്രവേശിക്കുന്ന വ്യക്തി, സെലക്ടഡ് ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ, അപ്പൊ റിക്രൂട്ടർക്ക് എന്താണ്, റിക്രൂട്ടറിനുള്ള ചോയ്സ് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ, ഏത് സ്കില്ലുള്ള, ഏത് കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ എത്ര ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ വേണം, അല്ലെങ്കിൽ ഏത് ക്വാളിറ്റി ഉള്ള ആളുകളെ വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ള അധികാരം ആർക്കുണ്ട്, റിക്രൂട്ടർക്ക്. ഈ റിക്രൂട്ടി എന്താണ്, അയാൾക്ക് ഏത് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ എത്തരത്തിലുള്ള സാലറി ലഭിക്കുന്ന ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ഏത് ഓർഗനൈസേഷനിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ടൈം, ചിലപ്പോൾ ടൈം പറ്റില്ല അയാൾക്ക്, അപ്പൊ ടൈം നോക്കിയിട്ട് അയാൾക്ക് യോജിച്ച രീതിയിലുള്ള ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, റിക്രൂട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ടു വേ പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിങ്കിങ് ആക്ടിവിറ്റി, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സ് ജോബ്സ്, എന്താണ് ഇപ്പൊ മാനേജ്മെന്റിന് തന്നെ പല രീതിയിൽ പല പോളിസീസ് ഉണ്ടാവും, പല ഓർഗനൈസേഷനും പല ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പല പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, പല പോളിസീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ആ പോളിസി അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് കോംപ്ലക്സ് ജോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെയാണ് നേച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് വൺ നോക്കാം, ബിസിനസ് ഗ്രോത്ത്. റിക്രൂട്ട്മെന്റ് ഈസ് അൺഅവോയ്ഡബിൾ ഫോർ ദ ബിസിനസ് ടു ഗ്രോ സിൻസ് എ ബിസിനസ് വിച്ച് ഈസ് recruiting indicates its growth. എന്താണ്, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ആ പ്രോസസ് അൺഅവോയ്ഡബിൾ അല്ലെ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ. ബിസിനസ്സിലേക്ക് ക്വാളിറ്റിയുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്തിലൂടെയാണ്, റിക്രൂട്ട്മെന്റിലൂടെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ബിസിനസ്സിൽ അൺഅവോയ്ഡബിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി എന്താണ്, ഓൾസോ റിക്വയർഡ് സ്കിൽസ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ദ കറന്റ് സ്കിൽസ് set required can be attained only by recruiting efficient person. നമ്മളിങ്ങനെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുക്കുന്ന പേഴ്സൺ എത്തരത്തിലുള്ള പേഴ്സൺസ് ആയിരിക്കും, ക്വാളിറ്റിയുള്ള നല്ല സ്കില്ലുള്ള ആളുകളായിരിക്കും. എന്താണ് ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഒന്നുകൂടി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓൺ ദ ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രോത്ത് ഏരിയാസ്
have encouraged organizations to bring in web designers and specialists in information technology, that is e-commerce. E-commerce എന്താണ്? ഇലക്ട്രോണിക്കലി ഫൈനാൻസിൽ നടക്കുന്നതല്ലേ? ആണോ ഇ-കൊമേഴ്സ്? ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ എനിക്കൊരു ഗുഡ്സ് എന്താണ് സെൽ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്റെ കമ്പനിയിലേക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ നമുക്ക് വേണ്ടതുണ്ട് എന്റെ കമ്പനിയിലേക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യാം? എന്താണ് ചെയ്യാം? എന്റെ കമ്പനിയിലേക്ക് എനിക്ക് കുറച്ച് ആൾക്കാരെ വേണമെങ്കിൽ ഞാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? എന്തൊക്കെ ചെയ്യും? പരസ്യം ചെയ്യും അല്ലെ? എങ്ങനെയെല്ലാം പരസ്യം ചെയ്യും? ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമുക്ക് എന്താണ് പല ആഡുകൾ ഉണ്ട് അല്ലെ? അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയാസിൽ, ഓൺലൈൻ ആയിട്ടൊക്കെ. അപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മളിപ്പോ വെറുതെ ഒന്ന് കൊടുത്താൽ മതിയാ? ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അട്രാക്റ്റീവ് ആവോ? ഇല്ല. എന്തൊക്കെ വേണം അതിന്? നല്ല അട്രാക്റ്റീവ്നെസ് വേണം അല്ലെ? നല്ല രീതിയിൽ നല്ല കണ്ടന്റ് വേണം. അതുപോലെ തന്നെ അവരെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള സാലറി അതിനകത്ത് കൊടുക്കണം ഇല്ലേ? ഇപ്പൊ ജോലിക്ക് ആവശ്യമുണ്ട്, ഇപ്പം ഒരു ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, ജസ്റ്റ് ഒന്ന് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പരസ്യത്തില് നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും? ക്വാളിഫിക്കേഷൻ കൊടുക്കണം, സാലറി കൊടുക്കണം, ഇല്ലല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുക, അതുപോലെ സാലറി കൊടുക്കുക. എംപ്ലോയീസിനെ അട്രാക്റ്റീവ് ആകുന്ന വിധത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡുകൾ കൊടുക്കേണ്ടത്. എന്നിരുന്നാൽ കൂടിയേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ഓർ സ്കില്ല്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോ കമ്പ്യൂട്ടർ സ്കില്ലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ പരസ്യത്തില്? ഇത്ര നോളജ് വേണം, കമ്പ്യൂട്ടർ സ്കില്ല് ഇതായിരിക്കണം, MS ഓഫീസ് അറിയണം, എക്സൽ അറിഞ്ഞിരിക്കണം ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഓരോ കാര്യങ്ങളും ഇപ്പോ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഓരോ കാര്യങ്ങളിലും ഇല്ലേ? ടെക്നോളജീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കണം, അഡ്വാൻസ് ലെവൽ ആയിട്ട് മാറി. അപ്പോ ഓരോ കമ്പനീസിലും നല്ല രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനായിട്ട് നമ്മള് നോക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ, എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, നല്ല സ്കില്ലുകളുള്ള ആളുകളെ വേണം റിക്രൂട്ട്മെന്റിന് തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോ ഓൺലൈനിലൂടെ പർച്ചേസിംഗ് സെല്ലിംഗ് നടത്താനായിട്ട് അതിനാരാവശ്യമാണ്? അതിന്റെ പരസ്യം തയ്യാറാക്കാനായിട്ടൊരു നല്ല വെബ് ഡിസൈനറെ ആവശ്യമാണ് അല്ലെ? അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ. പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓൺ ഇന്റർനെറ്റ് is one of the growth area that have encouraged organization to bring in web designer or specialist. നല്ല രീതിയിൽ ഒരു വെബ് ഡിസൈനറെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ വേണം നമ്മള് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനായിട്ട്? ഓൺലൈനിലൂടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ടോ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ കാപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുള്ള വെബ് ഡിസൈനറെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ബിസിനസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മള് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. റിക്രൂട്ട്മെന്റിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നല്ല സ്കില്ലുകളുള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് filling vacancies caused by staff turnover. Every business face staff turnover at some point of time. For example, chain stores like Sainsbury's and ASDA have ongoing recruitment process for car parking attendants, check-out staff and other staff members. People will have numerous reasons to leave jobs, example higher studies, and need to be replaced regularly. Hence, to fill
in these openings recruitment is required. അപ്പൊ എന്താണ് എല്ലാ ഓർഗനൈസേഷനിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ ആളുകളൊക്കെ പോകാം. ഇപ്പൊ ഓർഗനൈസേഷൻ തുടങ്ങുമ്പോ എല്ലാ എന്താണ് വേക്കൻസീസും ഫിൽ ആയിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ ചിലപ്പോ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു പോവാം. ചില ആളുകൾ ഞാൻ പറഞ്ഞില്ല ചിലപ്പോ മാരേജ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് അങ്ങനെയുള്ള പല റീസൺസ് വഴി ചിലപ്പോൾ ജോബ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, വർക്കിംഗ് എൻവയോൺമെന്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അപ്പൊ കുറച്ചു നാൾ അവിടെ നിന്നിട്ട് അവരെന്ത് ചെയ്യാം നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലീവ് ചെയ്ത് പോവാ അല്ലെ. അപ്പൊ അങ്ങനെ ലീവ് ചെയ്ത് പോകുമ്പോ അവിടെ എന്ത് വരും? എന്താ വരാ? എന്തുണ്ടാവും? വേക്കൻസീസ് ഉണ്ടാവും. ഈ വേക്കൻസീസ് എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മള് ഓർഗനൈസേഷന്റെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? എംപ്ലോയർ വേക്കൻസീസ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? പേപ്പറിലൊക്കെ പരസ്യം കൊടുത്ത് നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. ഏറ്റവും യോജിച്ച എവിടെയാണോ വേക്കൻസീസ് വരുന്നത് ആ സ്ഥാനത്തേക്ക് ഏറ്റവും യോജിച്ചതായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അതാണ് ഫില്ലിംഗ് വാക്കൻസീസ് കോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. ഏത് ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സ്റ്റാഫുകളുടെ കുറവ്. ഈ സ്റ്റാഫ് ലെഫ്റ്റ് ആയി പോകുന്ന സമയത്ത് ആ പൊസിഷനിലേക്ക് ഏറ്റവും ഒപ്റ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. റിക്രൂട്ട്മെന്റ് എന്താണ്? ഒരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാണോ വേക്കൻസീസ് വരുന്നത് ആ വേക്കൻസിയിലൊക്കെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എവിടെ? ഓർഗനൈസേഷനിൽ. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളും ബിസിനസ് ഗ്രോത്ത് ആൻഡ് ഫില്ലിംഗ് വാക്കൻസീസ് കോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് കാര്യങ്ങളും. ജസ്റ്റ് ആ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാം കേട്ടോ. കമ്പനീസിന്റെ പേരൊക്കെ ഒന്ന് കൊടുത്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ജസ്റ്റ് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത്. അല്ലെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തില്ലേ മക്കള്? ചെയ്തായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്യാൻ പറ്റിയോ? അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. ഓപ്പൺ ആവുന്നില്ലേ? ഓഫീസിൽ വിളിച്ച് ചോദിക്കാറുണ്ടല്ലോ ഓപ്പൺ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയവരോട് ചോദിച്ചൂടെ? നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ ഇപ്പൊ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മോക്ക് ടെസ്റ്റ് ഓപ്പൺ ആവണമെന്നില്ല എന്നൊക്കെ പറയുമ്പോ അതിൽ ചോദിച്ചാൽ മതി. അപ്പൊ കിട്ടിയവർക്ക് പറഞ്ഞു തരും അവര് എന്താണെന്ന് കേട്ടോ. ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓപ്പൺ ആയി അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്. ASDയുടെ ഒരു ഫുൾ ഫോം ഒന്ന് പഠിക്കേണ്ടത് കമ്പനീസിന്റെ പേരാണ് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് അടയാളപ്പെടുത്തി തരാം കേട്ടോ. അവിടെ വേക്കൻസിയുടെ കാര്യം എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഗ്രൂപ്പ് ചിലവർക്ക് ഗ്രൂപ്പ് ഉണ്ട്, ചിലർക്ക് ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അത് മിസ്സിന് മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് പറ്റി? ഓക്കെ, ആ രണ്ട് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഗ്രൂപ്പില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് അല്ലാത്തവർക്ക് ഒന്ന് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ രണ്ട് ഫോംസ് രണ്ട് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ആയോ രണ്ട് പോയിന്റ്സും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചേഞ്ചിങ് ജോബ് റോൾസ്. In present world, work is changing continuously. The skills that seems to be of value today might turn redundant next year, and a new set of skills will be needed. Thus, new opportunities will continuously emerge, and businesses will keep on recruiting new employees. എന്താണ് ചേഞ്ചിങ് ജോബ് റോൾസ് എന്ന് പറഞ്ഞാല്? ചേഞ്ചിങ് ജോബ് റോൾസ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഇപ്പോ നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് വേൾഡില് ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? ഒരു മിനിറ്റിലും എന്താണ് ഓരോ കാര്യങ്ങളിലും ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ല രീതിയിൽ ഇപ്പോ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ഒരു ഓർഗനൈസേഷനോട്ട് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ? ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ്, നമുക്കൊന്നും കമ്പ്യൂട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വിച്ച് പോലും അറിയാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിൽ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് അതിനകത്ത് അവരുടെ സ്കില്ലുകൾ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കാറുണ്ട് അല്ലെ? ഒരു ഓർഗനൈസേഷനിലും അങ്ങനെയല്ലേ? അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ അതിൽ മെച്ചപ്പെടുത്തി എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ചേഞ്ചിങ് ജോബ് റോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എന്താണ് നല്ല ആക്ട് ആയിട്ടുള്ള എംപ്ലോയീസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നല്ല സ്കില്ലുകള് കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രെയിനിങ്ങുകള്, അതുപോലെ പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ട് അവരെ എക്സ്പേർട്ടുകളാക്കി എടുക്കാം. ക്ലിയർ ആയോ? ചേഞ്ചിങ് ജോബ് റോൾസ്. ഇനി എന്താണ് ഇന്റേണൽ പ്രമോഷൻ? ഓർഗനൈസേഷൻസ് പ്രാക്ടീസ് motivating their employees to go for more challenging and high-paid jobs within the organization. Those who succeed in advancing through a hierarchy must be replaced by new employees. എന്താണ് ഇപ്പോ ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എന്തെങ്കിലും ഐഡിയ ഉണ്ട്? ഇന്റേണൽ പ്രമോഷൻ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്നതാണോ അല്ലെങ്കിൽ പുറത്ത് വരുന്നതാണോ ഇന്റേണൽ പ്രമോഷൻ എന്ന് പറയുമ്പോ? കൊമേഴ്സുകാരെന്ന് പറഞ്ഞു ഉള്ളിൽ വരുന്നത് അല്ലെ? ഓക്കെ, ഉള്ളിൽ വരുന്നത്. അപ്പൊ ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കാം? ഇപ്പോ ചില വേക്കൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവരെ തന്നെ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജോലിക്കയറ്റം കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഉള്ളിലുള്ളവർക്ക് തന്നെ ജോലിക്കയറ്റം കൊടുക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ പ്രമോഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും വാക്കൻസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ പൊസിഷനിൽ ആളുകളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ അവിടെ ഉള്ളവരെ തന്നെ ഹൈ പെയ്ഡ് സാലറി, നിങ്ങൾക്ക് ഇത്ര സാലറി കൂട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ നിർത്താറുണ്ട് അല്ലെ? ഇല്ലേ? ആണോ? ചെയ്യാറുണ്ടോ അങ്ങനെ? ഉണ്ട്. അതാണ് ഇന്റേണൽ പ്രമോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള അവരെ തന്നെ ഇന്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഉള്ളവരെ തന്നെ
നിങ്ങൾക്ക് ഇത്ര സാലറി, ഹൈ പെയ്ഡ് സാലറി ഓഫർ ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ളവരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അവിടേക്ക് ജോബിന് അല്ലെങ്കിൽ എന്താണ് സെലക്ട് ചെയ്യാറുണ്ട്. ക്ലിയർ ആയില്ലേ? അതാണ് ഇന്റേണൽ പ്രമോഷൻ. ഇപ്പോ ഞാൻ പഠിച്ചിരുന്ന കോളേജില് അവിടെ ഒരു ചേച്ചി ബിഎഡും നെറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ചേച്ചിനെ ആദ്യം റിസപ്ഷനിലാണ് ഇരുത്തിയത്. റിസപ്ഷനിൽ ഇരുത്തി അതിനുശേഷം ഓഫീസ് സ്റ്റാഫായി, അതുപോലെ തന്നെ ഇപ്പോ അത് പഠിപ്പിക്കാൻ കയറി. അപ്പൊ എന്താണ്, അവിടെയുള്ളവരെ തന്നെ അവരെന്ത് ചെയ്തു, ഒന്നുകൂടി മതപ്പെട്ട ജോലിയിൽ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോ വാക്കൻസി ഉണ്ടാവും, ചിലപ്പോൾ ടീച്ചർമാരൊക്കെ ഫില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ ചേച്ചിയുടെ ടീച്ചറായിട്ട് കയറ്റാത്തത്. അപ്പൊ എന്ത് ചെയ്തു, ആദ്യം എവിടെയാണോ വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ ആദ്യം കയറ്റി, അതിനുശേഷം ടീച്ചർമാരുടെ വേക്കൻസി വരുമ്പോ അതിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആയോ? ഹൈ പെയ്ഡ് സാലറി ഓഫർ ചെയ്തുകൊണ്ട് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നോക്കിയേ, ഇൻക്രീസിംഗ് വർക്ക് ലോഡ്. When the amount of work increases, the businesses require more employees and also those who are more skilled. എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ഇൻക്രീസ് ആയി കുറെ ജോലികൾ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആരാവശ്യമായിട്ട് വരും? അവിടെ ഓൾറെഡി നമുക്ക് ചെയ്യാനുള്ള ജോലികളുണ്ട്, അതിൽ കൂടുതൽ ജോലികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാനുള്ള ജോലികളുണ്ട്, അതിന് കൂടുതലായിട്ട് നമ്മൾ സ്റ്റാഫിന് ആവശ്യമായിട്ട് വരില്ലേ? നമ്മൾക്കുള്ള ജോലികൾ, ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ള ജോലികൾ എന്റെ ഓർഗനൈസേഷനിലുണ്ട്. ഇനി എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ കൂടുതൽ ജോലികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ജോലികൾ വന്നു കഴിഞ്ഞാല് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വരും? എനിക്ക് എന്താ പറയാ, കൂടുതൽ പുതിയ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കറന്റ് എംപ്ലോയീസ് ക്യാൻ ബി എൻകറേജ് to develop new skills through training, which will be the benefit or career advancement, increase their loyalty towards the organization by prompting them to stay with the organization for a long duration and fill the skill gap. അപ്പൊ എന്താണ്, ഓർഗനൈസേഷനിൽ കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ഓൾറെഡി ഉണ്ട്, അതിനെക്കാട്ടും കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ കുറെ ആളുകളെ ആവശ്യമായിട്ട് വരും. ന്യൂ സ്റ്റാഫിനെ അല്ലെങ്കിൽ മോർ സ്റ്റാഫിനെ അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? കമ്പനീസിൽ ഓൾറെഡി ഉള്ള സ്റ്റാഫിനെ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോ എന്താണ്, ഞാൻ പറഞ്ഞു, ഇപ്പോ റിസപ്ഷനിൽ ഇരിക്കുന്ന വ്യക്തി തന്നെ ചിലപ്പോ ഓഫീസ് സ്റ്റാഫിന്റെ ജോലി ചെയ്യാം. അപ്പൊ എന്താണ്, ഇവിടെയുള്ള ജോലി ചെയ്തതിനു ശേഷം അവിടേക്കും അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷന്റെ ഉള്ളില് ജോലി കൂടുതൽ വേണ്ടി അല്ലെങ്കിൽ ജോലി കൂടുതൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള സ്റ്റാഫിനെ തന്നെ ഇങ്ങോട്ടേക്കും അഡ്ജസ്റ്റ് ചെയ്തിടാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ലോങ് ടൈമിലേക്ക് അവരെ ഓർഗനൈസേഷൻ നിലനിർത്തുന്നു. അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അവരെ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഇട്ട് ജോലി കറക്റ്റ് ആക്കി അല്ലെങ്കിൽ നമ്മുടെ വർക്കൊക്കെ ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് ഓർഗനൈസേഷനിൽ ലോങ് ഡ്യൂറേഷനിൽ നമ്മളെ നിലനിർത്തുന്നു. അതിനുശേഷം അവിടെയുള്ള വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്ത് കിട്ടുന്നു. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഇപ്പൊ ഗ്യാപ്പ് അല്ലെങ്കിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് ആളുകളെ എടുക്കാതെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആൾക്കാരെ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ എന്താണ്, അവര് നമ്മളെ ടോപ്പ് ഡ്യൂറേഷനിലേക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഇനി എന്താണ്, അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, എംപ്ലോയീസ് റഫറൽ സ്കീം ഓൾസോ ഗോസ് to be beneficial for the employees, but the employee can refer friends, relatives, and familiarity processing the
he'll decide for the post and earn incentives. ഇനി എന്താണ്, ഇനി ഇവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ചിലപ്പോ അവർക്ക് ഓൾറെഡി ചെയ്യാനായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ ടൈമിന്റെ പ്രശ്നമൊക്കെ വരാം. അപ്പൊ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഗനൈസേഷനിലുള്ള മാനേജർ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പോ ഒരു ടീച്ചർ ആവശ്യമാണെങ്കിൽ, ഒരു സ്കൂളിലേക്ക് ടീച്ചർ ആവശ്യമാണെങ്കിൽ ടീച്ചർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ടീച്ചറുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും BEd പഠിച്ചവരുണ്ടോ ചോദിക്കാറില്ല നമ്മളോട്, അല്ലെങ്കിൽ ഇന്ന ജോലിക്കായിട്ട് ടീച്ചറിന്റെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ, ചോദിക്കാറുണ്ടോ നമ്മളോട്? ഇല്ല, ചോദിക്കാറുണ്ടല്ലേ. ഇന്ന ടീച്ചറെ അത്യാവശ്യമാണ്, അപ്പൊ കുറച്ച് ദിവസത്തേക്ക് കിട്ടോ നമുക്ക്, അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്കൊക്കെ ആ ടീച്ചറിനെ നമുക്ക് കിട്ടോ, അങ്ങനെയുള്ള ടീച്ചർക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയും നമ്മളോട് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളോട് ചോദിച്ച് നമ്മള് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ക്ലിയർ ആയോ? അതാണ് ഇൻക്രീസ്. വർക്ക് ലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളെ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളോട് എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലെയോ ഇതൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? ഇൻക്രീസിങ് വർക്ക് ലോഡ് കൺസെപ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, 5 കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് കേട്ടോ. മനസ്സിലായാലും ക്ലിപ്സിനോട് പറയാം കേട്ടോ, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചേഞ്ചിങ് ജോബ് റോൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പണ്ട് കാലങ്ങളിലൊക്കെ എന്താണ്, നമുക്കിപ്പോ കമ്പ്യൂട്ടർ എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടർ എടുക്കാം. കമ്പ്യൂട്ടർ ഒക്കെ അറിയാവുന്ന ചുരുക്കമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്താ എങ്ങനെയാ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ഓഫീസിലുള്ളവരിൽ തന്നെ അവരെ അറിയാൻ പാടില്ലാത്തവരെ കുറച്ച് ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ പ്രാക്ടീസ് കൊടുത്ത് അല്ലെ, അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് അതിൽ എക്സ്പേർട്ടുകളാക്കുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ്, നമ്മുടെ ഓരോ ജോലിയിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ മിനിറ്റിലും എന്താണ് നമ്മുടെ വേൾഡിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളും, പല ടെക്നോളജീസിലും അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് നല്ല സ്കില്ലുകളുള്ള അല്ലെങ്കിൽ നല്ല എബിലിറ്റി ഉള്ള ആളുകളാക്കിയിട്ട് വാർത്തെടുക്കാം. ഓക്കെ, ആണോ? 5 കാര്യങ്ങളും ഒബ്ജക്റ്റീവ്സ് നെക്സ്റ്റ് എടുക്കാം കേട്ടോ.
factors influencing recruitment. Recruitment is mainly affected by following two types of factors. രണ്ട് തരത്തിലുള്ള factors ആണ് റിക്രൂട്ട്മെന്റിനുള്ളത്. ഏതൊക്കെയാണ്? External factors and internal factors. First one ആണ് external factors. These factors or force are those factors which cannot be controlled by an organization. First line, external factors എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങളാണ് അല്ലെ. ഓർഗനൈസേഷന് പുറത്തുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങൾ, ഓർഗനൈസേഷന് പുറത്തുള്ള ഘടകങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. The variety of external factors which affect recruitment are as follows. ഏതൊക്കെയാണ് നോക്കി external factors വരുന്നത്? Supply and demand, unemployment rate, labor market, image or goodwill, political, social, legal environment, competitors. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ external factors പഠിക്കാൻ പോകുന്നത്. Okay, first one നോക്കാം ട്ടോ. Supply and demand. The significant factor in the recruitment process is the manpower supply, both inside and outside of the organization. ഒരു ഓർഗനൈസേഷന്റെ അകത്തും പുറത്തുമായിട്ടുള്ള മാൻപവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഇതില് റിക്രൂട്ട്മെന്റ് പ്രോസസ്സില്. റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ പുറത്തും അകത്തുമുള്ള മാൻപവറിനെയാണ്. If the demand of the professionals in the company is more, എന്താണ് കമ്പനികൾക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനീസ് if the demand of the professionals in the company is more and supply of the professionals in the market is low. Demand കമ്പനിയിലോട്ട് ആളുകളെ കമ്പനിയിലോട്ട് കാൻഡിഡേറ്റ്സിനെ വേണം എന്നുള്ളത് കമ്പനിയുടെ എന്താണ് ഡിമാൻഡ് കൂട്ടുന്നുണ്ട്. കമ്പനിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഡിമാൻഡ് കൂടുതലും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പനിക്ക് പുറത്തുള്ള പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? Then the company will have to rely on internal sourcing, training and developing employees. എന്താണ് developing employees? നമുക്ക് മനസ്സിലായോ? കമ്പനിയില് ആളുകളെ വേണം, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്. ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയില് മോർ എംപ്ലോയീസിനെ വേണം. ഇനി പുറത്തെന്താണ്? അങ്ങനെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ക്യാച്ച് ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ കൺസെപ്റ്റ്? ഓക്കെ, എന്താണ് കമ്പനീസില് കാൻഡിഡേറ്റ്സിനെ വേണം എന്നുള്ള ആവശ്യം കൂടുതലും പുറത്ത്, കമ്പനിയുടെ പുറത്ത് അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇനി ഐഡിയ എന്ത് ചെയ്യാൻ പറ്റും? The company will have to rely on internal source by training and developing employees. എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ട്രെയിനിങ് നടത്തും അല്ലെ? കമ്പനീസിന്റെ ഉള്ളിലുള്ള ആളുകളെ ആ ജോലി ചെയ്യാൻ തരത്തിലുള്ള ട്രെയിനിങ്ങും അവരെ എന്താണ് മോൾഡ് ചെയ്തെടുക്കും. ക്ലിയർ ആയോ? അകത്തുള്ളവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങും പ്രാക്ടീസും കൊടുത്തുകൊണ്ട് ആ ജോലി ചെയ്യാൻ തക്ക രീതിയിലുള്ള അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആക്കി അല്ലെങ്കിൽ എംപ്ലോയീസ് ആക്കി അവരെ മോൾഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ ആണോ? എന്താ കൺസെപ്റ്റ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ പറഞ്ഞത് എന്താണ്? മനസ്സിലായോ? ഓക്കെ, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ക്യാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നും കൂടി മിസ് പറയാം. If the demand of the professionals in the company is more and supply of professionals in the market is low, ഇതാണ് നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ
കുറെ എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിലോട്ട് ആവശ്യമുണ്ട്. അപ്പൊ പുറത്ത് നമ്മൾ നോക്കുമ്പോ, അവരെ റിക്രൂട്ട് ചെയ്യാൻ നോക്കുമ്പോ അത്രയും എന്താണ് കാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ലഭിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനീസിൽ ഓൾറെഡി ഉള്ള സ്റ്റാഫുകളെ അതിന് വേണ്ടതായിട്ടുള്ള മോർ ട്രെയിനിങ്, മോർ പ്രാക്ടീസ്, അങ്ങനെയുള്ള മോട്ടിവേഷൻ സ്കിൽസുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അതിന് പ്രാപ്തരാക്കി മോൾഡ് ചെയ്തെടുക്കുന്നു. ക്ലിയർ ആയോ? സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺസെപ്റ്റ് ക്ലിയർ ആവാത്തവരുണ്ടോ? ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. Growth of the economy is another factor that affect the availability of applicants. Lack of job in the company and surplus labor in the market can give rise to sustain of unemployment. അപ്പൊ എന്താണ് ഇനി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അല്ലേ? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതായിരിക്കാം അൺഎംപ്ലോയ്മെന്റ്. എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല്? തൊഴിലില്ലായ്മ അല്ലെ, ജോബില്ലാത്ത അവസ്ഥ. അതിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ലാക്ക് ഓഫ് ദ ജോബ് ഇൻ ദ കമ്പനി. നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ആൾക്കാരുണ്ട്, അവർക്ക് തന്നെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ജോലി ഇല്ല, കമ്പനിയിൽ ജോലി കുറവാണ്. ആൾക്കാർ പറയാറില്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്താണ് ബ്രദേഴ്സ് ഒക്കെ പറയാറുണ്ടല്ലേ, ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ ജോലി കുറവാണ് പറയാറില്ലേ? ഓക്കെ, അങ്ങനെ ജോലി കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കമ്പനിക്ക് പുറത്ത് പല ആളുകളും ജോലി ഇല്ലാത്തവരുണ്ടാവാറുണ്ട് അല്ലെ, ജോലി ഇല്ല, അല്ലെങ്കിൽ എന്താണ് അവരൊരു കമ്പനിയിലും കയറിയിട്ടില്ല. അപ്പൊ എന്താണ്, നമ്മുടെ കമ്പനിയിലേക്ക് ഈ ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് റിക്രൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ജോലി ഇല്ല, നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ജോലി ഇല്ല, അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, അവരെ റിക്രൂട്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കാം. കമ്പനിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അവർക്ക് സാലറി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. കാരണം എന്താ? കാരണം എന്തായിരിക്കും? റീസൺ എന്താ? ജോബ് ഇല്ലാത്തത് കൊണ്ട്. നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി നമുക്ക് എന്താണ്, ജോബില്ല. നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഉള്ളവർക്ക് തന്നെ, സ്റ്റാഫുകൾക്ക് തന്നെ ജോലി എന്താണ് സാലറി കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ, ജോലി ഇല്ലാത്തത് കൊണ്ട്. കമ്പനിക്ക് വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, കമ്പനിയിൽ ജോബ് അത്യാവശ്യമാണ്. ഓക്കെ, കമ്പനിയിൽ ജോബ് ഇല്ലെങ്കിൽ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും സാലറി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്പനീസിന്റെ പുറത്ത് നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സാലറി കൊടുക്കാൻ പറ്റുമോ? സാലറി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. കമ്പനിക്ക് അകത്തായാലും കമ്പനിക്ക് പുറത്തായാലും ചിലപ്പോൾ എന്താണ്, സാലറി കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്താണ്, കുറെ ആളുകൾക്ക് ചിലപ്പോൾ നല്ല സ്കില്ലുകളുള്ള ആൾക്കാരൊക്കെ കമ്പനിക്ക് പുറത്തുണ്ടാവും, പക്ഷെ അവർക്ക് ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലേബർ മാർക്കറ്റ് കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടർ ആണ് കേട്ടോ. ഓക്കെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് പറഞ്ഞു, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പറഞ്ഞു. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാല് കമ്പനിക്ക് പുറത്ത് നിന്ന് ആളുകളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം കമ്പനിയിൽ ജോലി ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള തൊഴിലില്ലായ്മയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേബർ മാർക്കറ്റ്, എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് in an area where the organization is situated affect the recruiting activities of the organization. Ordinary attempts like displaying the job vacancies on notice board or announcement in the official meeting, etc., will attract more candidates than need at the time of recruitment. ഇനി നമ്മള് ഒരു ജോലിക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷ കൊടുക്കാനായിട്ട്
അല്ലെ, ഇങ്ങനെയുള്ള ജോലികളുണ്ട് അല്ലെങ്കിൽ ഇന്ന വേക്കൻസികളുണ്ട് എന്നറിയുന്നത് എങ്ങനെയാണ്? എവിടെ നിന്നെല്ലാം നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടും? പറയാൻ പറ്റുമോ? ജോലിക്ക് ഒഴിവ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന വേക്കൻസി പരസ്യത്തിലൂടെ കിട്ടും. പിന്നെ എങ്ങനെയൊക്കെ കിട്ടും നമുക്ക്? പേപ്പർ, മീഡിയ, ഓക്കെ. പിന്നെ സോഷ്യൽ മീഡിയ വഴി കിട്ടും, വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടും. വെരി ഗുഡ്. നോട്ടീസ് അല്ലെ, പല പല നോട്ടീസ് ബോർഡിൽ നിന്ന് ഇപ്പോ ടീച്ചേഴ്സിന്റെ ഒക്കെ ആവശ്യം, പള്ളി സ്കൂളൊക്കെ ആണെങ്കിൽ എന്താണ് അവര് മീറ്റിംഗ് കൂടിയിട്ട് അറിയിക്കാറുണ്ട് അല്ലെ, ഇന്ന വേക്കൻസികളുണ്ട്, ഇന്ന ടീച്ചർക്ക് ഒഴിവുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പല നോട്ടീസ് ബോർഡിൽ ഇടാറുണ്ട്. അനൗൺസ്മെന്റ്, വെരി ഗുഡ്, അനൗൺസ് ചെയ്യാറുണ്ട് അല്ലെ. ജോബ് പോർട്ടൽസ്, ലിങ്ക്ഡിൻ, ഓക്കെ. ലിങ്ക്ഡിന്നൊക്കെ നമുക്ക് എന്താണ് കുറെ ഒഴിവുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വേറെ ഉണ്ടല്ലോ നൗക്രി ഇല്ലേ? നൗക്രിയില് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, നൗക്രിന്ന് വരാറുണ്ട്. അതുപോലെ ഇൻഡീഡ് ഇല്ലേ? അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് പല പല ജോബ് ഓൺലൈൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാറുണ്ട് അല്ലെ. പല മെയിലുകൾ അയച്ച്, പല മെസ്സേജുകള്, പല നോട്ടീസിലൂടെ, ജോബ് കൺസൾട്ടൻസിയിൽ നിന്നൊക്കെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അറിയാറുണ്ട്. പല വേക്കൻസികൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വേക്കൻസികൾ അല്ലെങ്കിൽ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർക്കായാലും പല വേക്കൻസി ആയാലും നമ്മള് ഒരു എന്താണ് മീറ്റിംഗ് കൂടി അവര് അനൗൺസ്മെന്റ് നടത്താറുണ്ട്. പല നോട്ടീസ് ഒഫീഷ്യൽ മീറ്റിംഗിലൂടെ ഒക്കെ അറിയിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അതാണ് ജോബ് മാർക്കറ്റിൽ പറയുന്നത് കേട്ടോ. നമുക്ക് വല്ല എന്താണ് ജോലി ഒഴിവുകള് എങ്ങനെയെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒഫീഷ്യൽ മീറ്റിംഗ് വഴി അവർ അറ്റൻഡ് ചെയ്യാറുണ്ട്. വേക്കൻസികൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? നോട്ടീസ് ബോർഡ് വഴി, അനൗൺസ്മെന്റിലൂടെ, ഒഫീഷ്യൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. വേക്കൻസീസ് ഒക്കെ മറ്റുള്ളവരെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓർഡിനറി അറ്റംപ്റ്റ് ലൈവ് ഡിസ്പ്ലേയിങ് ജോബ് വേക്കൻസീസ് ഓൺ നോട്ടീസ് ബോർഡ്, അനൗൺസ്മെന്റ് ഇൻ ദ ഒഫീഷ്യൽ മീറ്റിംഗ് എക്സെട്രാ. സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി എന്താണ്, അപ്പൊ ക്ലിയർ ആയോ? ലേബർ മാർക്കറ്റ് ഒക്കെയാണോ? അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ. ഇനി എന്താണ് ഇമേജ് ഓർ ഗുഡ് വിൽ? എംപ്ലോയേഴ്സ് ഇമേജ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ barrier of recruitment. These activities of the organization are the basic for building organization image. It becomes easier to attract and retain employees for an organization if it has a positive image and goodwill as an employer than for an organization with a negative image. Okay, goodwill എന്ന് പറഞ്ഞാൽ എന്താണ്? goodwill എന്തായിരിക്കും? goodwill സൽപ്പേര്. ഓക്കെ, സൽപ്പേര്, അസറ്റ്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ എന്താണ് ബയോഡാറ്റ അയക്കുമ്പോ നിങ്ങൾ എന്തൊക്കെ നോക്കാറുണ്ട്? ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ നോക്കും? നിങ്ങളൊരു ജോബ് വേക്കൻസി വന്നു, ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് നോക്കാറുണ്ട്. ഓക്കെ, സാലറി നോക്കും, സ്റ്റാറ്റസ് നോക്കാറുണ്ട് അല്ലെ. നല്ല ഗ്രോത്ത് ഉണ്ടോ അല്ലെ, സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടോ നോക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഇപ്പോ എന്താണ് നല്ല രീതിയിൽ വർക്കിംഗ് അല്ല അല്ലെങ്കിൽ സക്സസ് അല്ല, അങ്ങനെയുള്ള കമ്പനീസിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും നമ്മുടെ ഇടയില്. സാലറി സ്റ്റാറ്റസ്, ഇൻക്രിമെന്റ് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ബോണസ് നോക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ സക്സസ്ഫുൾ അല്ലാത്ത കമ്പനീസിലൊക്കെ
സക്സസ്ഫുൾ അല്ലാത്ത കമ്പനീസിലൊക്കെ നിങ്ങൾ ജോലിക്ക് അപേക്ഷകൾ വെക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താ? നല്ല രീതിയിൽ ഓടിയില്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഇതിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ എന്താണ്, അത് ചിലപ്പോ എന്താണത് പോവാനായിട്ട് അല്ലെ, എന്താണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് അത് ചിലപ്പോ നിലയ്ക്കും, ചിലപ്പോ എന്താണ് സാലറി കിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ എന്താണ് ചിലപ്പോ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ, ഇല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ ഒരു കൂടുതൽ കാലം ജോലി ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ആ കമ്പനി പൂട്ടിപ്പോവാൻ സാധ്യതയുണ്ട്, ടെർമിനേറ്റ് ആവോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്താണ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണോ, നല്ല ഇൻക്രിമെന്റ് ഉണ്ടോ, സാലറി എങ്ങനെയാണ്, അതുപോലെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നല്ല രീതിയിലുള്ള ഒരു ഇമേജ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായോ? അത് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഇമേജ് ഉള്ള കമ്പനീസിലാണ് എംപ്ലോയീസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നു അല്ലെ. അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സക്സസ് ആയിട്ട് നമ്മുടെ കമ്പനി നിലനിന്നാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് വരികയുള്ളൂ, ജോലിക്കായിട്ട് വരികയുള്ളൂ. ഓക്കെ, ഇനി ഇതാണ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്. Recruitment practice are directly influenced by various government regulations which have about favorism in hiring and employment. For example, legislation for reservation in employment for scheduled caste, scheduled tribes, physically handicapped, etc., have been introduced by the government of India. In addition, trade unions play prominent position in recruitment. This hampers the manager's freedom to choose the prospective candidates. Recruitment source can be limited by unions regulations if the candidate does not fulfill the criteria set by the union. നമ്മൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ PSC എഴുതാറില്ലേ നിങ്ങള്? PSC എക്സാംസ് ഒക്കെ എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് റിസർവേഷൻ ഉള്ള കാറ്റഗറീസ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാറുണ്ട് അല്ലെ. അവർക്കായിരിക്കും ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ആളുകളെക്കാട്ടിലും എന്താണ് അവർക്കായിരിക്കും കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറവ്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അവർക്കായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കാം മുൻഗണന കൊടുക്കുന്നത് അല്ലെ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ റിസർവേഷൻ പല അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റുകള്, ഷെഡ്യൂൾഡ് ട്രൈബ്സുകള്, ഇവരൊക്കെ ആയിരിക്കാം സംവരണം കൂടുതൽ കൊടുക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ടായിരിക്കാം ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളെ അവര് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു ജോലിക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് ഇവർക്കായിരിക്കാം സംവരണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് യൂണിയൻ ബേസ്ഡ്, യൂണിയന്റെ ഇതില് വരാറുണ്ട് ചില എന്താണ് ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരെയൊക്കെ നമ്മള് ഇതാക്കിയിട്ട് അവരോട് റെക്കമെൻഡേഷൻ നടത്തിയിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാറില്ലേ? പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത് ചെയ്യാറുണ്ട്. അവരുടെ റെക്കമെൻഡേഷനിലും ജോലികൾ കിട്ടാറുണ്ട് നമുക്ക്. പിൻവാതിൽ നിയമനം ഇല്ലേ? റെക്കമെൻഡേഷൻ വഴി സാധാരണക്കാരാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാറ്റഗറീസിൽ ഉള്ള ആളുകൾക്ക് എന്താണ് ഇവരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ നമ്മുടെ നിയമനം അല്ലെ. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഗവൺമെന്റ് അതുപോലെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ നിയമനങ്ങൾ കഴിഞ്ഞിട്ടേ ഈ ഓർഗനൈസേഷന് ക്യാപ്പബിൾ ആയിട്ടുള്ള അവരുടെ യോജിച്ച രീതിയിലുള്ള അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അവരുടെ ഓർഗനൈസേഷന് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ യൂണിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ ഓർഗനൈസേഷന് യോജിച്ചതായിട്ടുള്ള രീതിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ?
ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ യൂണിയൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ക്രൈറ്റീരിയാസ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. പൊളിറ്റിക്കൽ ബേസിൽ ഇന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ അത് പാലിക്കാത്ത അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള അപ്പൊ അവരുടെ സീറ്റൊക്കെ ഒഴിവുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഇഷ്ടമനുസരിച്ചിട്ട് അവർക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ അത്? അപ്പൊ ഓരോ റിസർവേഷൻ കാറ്റഗറി അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. റിസർവേഷൻ കാറ്റഗറി ഉണ്ടാവുമ്പോൾ അവർക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് അത് കഴിഞ്ഞിട്ടാണ് സീറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നത് കേട്ടോ. റിക്രൂട്ട്മെന്റ് നടത്തുമ്പോ അപ്പൊ പറയുന്നത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റ് നടത്തുമ്പോ അവർക്ക് സംവരണം കഴിഞ്ഞ് അതുപോലെ തന്നെ എന്താണ് പല റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ട് അല്ലെ. ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇവർക്കൊക്കെയാണ് ആദ്യം മുൻഗണന കൊടുത്തുകൊണ്ട് ലാസ്റ്റ് ആയിരിക്കാം ഇത് ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇനി കോമ്പറ്റീറ്റേഴ്സ്. The recruitment function is also influenced by the recruitment policies of the competitors. Generally, the organization change their recruitment policies to match up with the competitors' policy so that they can compete in the market. അപ്പൊ എന്താണ് നമ്മള് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോ റിക്രൂട്ട്മെന്റ് പോളിസിയിലൊക്കെ വ്യത്യാസം വരാം അല്ലെ. ഇടയ്ക്കിടയ്ക്ക് പോളിസീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ സെയിം തന്നെ ആയിരിക്കും എല്ലാ വർഷവും ഇല്ലല്ലേ. ചില വർഷങ്ങളില് അല്ലെങ്കിൽ ചിലപ്പോ വർഷമൊക്കെ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കാം. അങ്ങനെ പോളിസി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ഓർഗനൈസേഷനുകളെ തമ്മില് നമ്മുടെ എന്താണ് ഓർഗനൈസേഷന് പുറത്തു നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നതില് കോമ്പറ്റീഷൻ വരാം, മത്സരം വരാം ഇല്ലേ. എന്റെ ഓർഗനൈസേഷനിലേക്ക് എനിക്ക് ആഗ്രഹം എന്താണ്? ക്യാപ്പബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ വേണമെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ. അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷൻ വരാം. അതുപോലെ തന്നെ മറ്റിപ്പോ വിഷ്ണു ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയാൽ വിഷ്ണു പറയുന്നത് എന്താണ്? എന്റെ ഓർഗനൈസേഷനിലേക്ക് എന്താണ് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ അവരെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം ഇല്ലേ. അപ്പൊ എന്താണ് പല ഇപ്പൊ ഞാനും വിഷ്ണുവും തമ്മില് എന്റെയും വിഷ്ണുവിന്റെയും ഓർഗനൈസേഷൻ തമ്മിലൊരു കോമ്പറ്റീഷൻ വരാൻ പുറത്തുനിന്ന് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. കിട്ടിയോ കൺസെപ്റ്റ്? ഇത്രയും വരെ മനസ്സിലായോ? ഒരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. മോക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ടൈം ടേബിൾ ഞാൻ ഓഫീസിൽ പറയാം കേട്ടോ. ടൈം ടേബിൾ തരാൻ പറയാം. ഓക്കെ, ടൈം ടേബിൾ കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ? HRM-ന്റെ കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, സ്ക്രീനിൽ നോക്കിയാണോ നിങ്ങൾ എഴുതിയെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മിസ് സ്ക്രീനൊക്കെ ഇത് വലുതാക്കി തരാം കേട്ടോ. ഇനി തുടങ്ങി ഇല്ല. അപ്പോ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി കേട്ടോ. PDF. ഓക്കെ ഓക്കെ, താങ്ക് യു. PDF ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു.